നേരെ പോകുന്നത് കോഴിക്കോട് ജില്ലയിലേക്കാണ്. ചേതൻ സാജൻ ചേരുന്നുണ്ട്. ചേതൻ, മികച്ച പ്രതികരണമാണ് കോഴിക്കോട് ജില്ലയിലെയും വോട്ടർമാർ നൽകുന്നത്. 71% മുകളിലേക്ക് വോട്ട് ടേൺ ഔട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഏതായാലും 1 മണിക്കൂർ 20 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് പോളിംഗിന്റെ ഔദ്യോഗിക സമയം കഴിയാൻ. അപ്പോൾ ഏത് രീതിയിലാണ് ബൂത്തുകളിൽ നിന്നുള്ള ഒരു റെസ്പോൺസ്? അത് വിൻഷ സൂചിപ്പിച്ചതുപോലെ തന്നെ പോളിംഗ് ഏകദേശം ഏറെക്കുറെ അവസാനിക്കാറായിട്ടുണ്ട്. അതിൻ്റെ അവസാന ലാപ്പിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം 71.1% പേരാണ് നിലവിൽ വോട്ട് രേഖപ്പെടുത്തിയത്. അതായത് ആകെ ജില്ലയിൽ 26 ലക്ഷത്തോളം പേരാണ് വോട്ടുള്ളത്. അതിൽ ജില്ലയിൽ ഇപ്പോൾ 19 ലക്ഷത്തോളം വോട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അതുമാത്രമല്ല വിൻഷ, കോഴിക്കോട് കോർപ്പറേഷനിൽ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 64.26% ശതമാനമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നഗരസഭയിലെ കാര്യമാണ്. കോഴിക്കോട് ജില്ലയിലെ എല്ലാ നഗരസഭയും ഇപ്പോൾ 70% പോളിംഗിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത് രാമനാട്ടുകര നഗരസഭയിലാണ്. 77.07% ഇവിടുത്തെ പോളിംഗ് ശതമാനം. കൊയിലാണ്ടി 70.38%, വടകര 70.86%, പയ്യോളി 71.18%, ഫറൂഖ് 70.15%, കൊടുവള്ളി 71.85%, മുക്കം 73.77% ശതമാനമാണ് ഇപ്പോഴത്തെ പോളിംഗ് നില. ഈ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനെ കുറിച്ച് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 68.94%, അതായത് 69% വളരെ അടുത്തെത്തിയിരിക്കുന്നു. ഏതാനും മിനിറ്റുകൾക്കാവും തന്നെ അത് 70%-ലേക്ക് കടക്കും. അതായത് പോളിംഗ് സമയം അവസാനിക്കുമ്പോൾ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടിംഗ് ശതമാനം 70% കടക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഏതായാലും വിനിഷ, കോഴിക്കോട് കോർപ്പറേഷനിലും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴും ക്യൂ തുടരുകയാണ്. സ്വാഭാവികമായും ഉച്ചയ്ക്ക് ശേഷം വീട്ടമ്മമാരും ധാരാളം സ്ത്രീകളും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും നല്ല രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിനിഷ, ചേതൻ, ഈ തിരക്കിനിടയിൽ ചേതൻ വോട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വേഗം പോയി ചെയ്തോളൂ. ഇനി ഏകദേശം കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഔദ്യോഗിക സമയം അവസാനിക്കാൻ.